എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും LP-UPയുടെ ഇംഗ്ലീഷ് സൂപ്പർ 6 ചലഞ്ചിന്റെ 5ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ 4 ദിവസങ്ങളിൽ വിവിധങ്ങളായ ടോപ്പിക്കുകൾ പഠിച്ചു, പരീക്ഷ എഴുതിയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. ഇന്ന് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്, അതായത് 5ാമത്തെ ദിവസമാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് തന്നെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പരീക്ഷ ഉടനെ തന്നെ ഉണ്ടാകും. പരീക്ഷയുടെ ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും വരാം. അതുകൊണ്ട് തന്നെ LP-UP ഒരു സുവർണ്ണ അവസരമാണെന്ന് മനസ്സിലാക്കുക. ഏത് ക്ലാസ് കിട്ടിയാലും അത് കാണുക. ഇംഗ്ലീഷൊക്കെ പ്രത്യേകിച്ചും ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന മേഖലയാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചെടുക്കുക, റീഡിംഗ് കോംപ്രിഹെൻഷൻ പഠിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ടോപ്പിക്കാണ്. ഇന്ന് ഒറ്റ ടോപ്പിക്കാണ് പഠിപ്പിക്കുന്ന. ടോപ്പിക്കിൻ്റെ പേര് അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത, എവിടെയും അങ്ങനെ ആരും എടുത്തു തന്നിട്ടില്ലാത്ത ടോപ്പിക്കാണ്. ടോപ്പിക്കിൻ്റെ പേര് ഇൻസ്പൈറ്റ് ഓഫ് അഥവാ ഡെസ്പൈറ്റ് എന്നാണ്. ടോപ്പിക്കിൻ്റെ പേരെന്താണ്? ഇൻസ്പൈറ്റ് ഓഫ് അഥവാ ഡെസ്പൈറ്റ്. നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഇൻസ്പൈറ്റ് ഓഫ് അഥവാ ഡെസ്പൈറ്റ്. ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നിട്ടും എന്നിരുന്നിട്ടും എന്നാണ് അർത്ഥം. എന്താണ് അർത്ഥം? ഇൻസ്പൈറ്റ് ഓഫ് അഥവാ ഡെസ്പൈറ്റ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്നിട്ടും അല്ലെങ്കിൽ എന്നിരുന്നിട്ടും എന്നാണ്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, ഇൻസ്പൈറ്റ് ഓഫ് അഥവാ ഡെസ്പൈറ്റ് എന്നിവ സെന്റൻസിന്റെ തുടക്കത്തിൽ ഉപയോഗിക്കുന്നു. കൺജങ്ഷൻ അല്ല, ഇത് യഥാർത്ഥത്തിൽ പ്രിപ്പോസിഷൻ ആണ്. കാരണം ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻ ഇന്നു ആണ്, അറ്റ്, ഫോർ ഒക്കെ കൂടാതെ ഫ്രേസ് പ്രിപ്പോസിഷൻ ഉണ്ട്, സിമ്പിൾ പ്രിപ്പോസിഷനും ഉണ്ട്, ഫ്രേസ് പ്രിപ്പോസിഷൻ ഉണ്ട്. ആദ്യം വരുന്ന ഫ്രേസ് പ്രിപ്പോസിഷൻ ആണ് ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ്. എന്നാൽ ചില സെന്റൻസുകളിൽ തുടക്കത്തിൽ കൺജങ്ഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഭാഗമാണ് ഇൻസ്പൈറ്റ് ഓഫ് അഥവാ ഡെസ്പൈറ്റ്. ഇവിടെ കൺജങ്ഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ കൺജങ്ഷൻ തീർത്ത് പറയാൻ പറ്റത്തില്ല. ഇതിൽ തുടങ്ങുന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയിരിക്കും. അത് പഠിച്ചു വെക്കുക. സെന്റൻസിന്റെ തുടക്കത്തിൽ ഉപയോഗിക്കുന്നു. അടുത്ത പോയിന്റ്, ഇൻസ്പൈറ്റ് ഓഫ് അഥവാ ഡെസ്പൈറ്റ് എന്നാണ്. ഒരുപാട് അർത്ഥം ഉണ്ട് അതിന്. അതായത് തെറ്റിദ്ധരുത്താൻ എപ്പോഴും ചോദിക്കും. ഇൻസ്പൈറ്റിന്റെ കൂടെ എപ്പോഴും ഓഫ് കാണും, ഡെസ്പൈറ്റിന്റെ കൂടെ ഓഫ് എഴുതരുത്. അതാണ് പഠിച്ചു വെക്കേണ്ടത്. രണ്ടിന്റെ അർത്ഥം ഒന്നാ. അതായത് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കുന്നിടത്തെല്ലാം ഡെസ്പൈറ്റ് ഉപയോഗിക്കാം. പോയിന്റ് നമ്പർ 1, ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് പ്രിപ്പോസിഷൻ ആണ്. അതിൽ തുടങ്ങുന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അതിന്റെ അർത്ഥം എന്നിട്ടും എന്നിരുന്നിട്ടും എന്നാണ്. അടുത്ത പോയിന്റ്, ഇൻസ്പൈറ്റ് ഓഫ് അഥവാ ഡെസ്പൈറ്റ് എന്നാണ്. അതായത് ഡെസ്പൈറ്റിന്റെ കൂടെ ഓഫ് വരില്ല, ഇൻസ്പൈറ്റിന്റെ കൂടെ ഓഫ് വരും. രണ്ടും ഒരേപോലെ ഉപയോഗിക്കാം. അതായത് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കുന്ന എല്ലാ സെന്റൻസുകളിലും അതിനെ മാറ്റി ഡെസ്പൈറ്റ് എന്ന് ഉപയോഗിക്കാം. ഡെസ്പൈറ്റിന്റെ കൂടെ ഓഫ് എടുത്തില്ല. അടുത്ത പോയിന്റ്, ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റിൽ തുടങ്ങുന്ന എല്ലാ സെന്റൻസുകളും സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട്, കോംപ്ലക്സ് ഏതാന്ന് ചോദിക്കും. ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റിൽ തുടങ്ങുന്നതെല്ലാം സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. പഠിച്ചു വെക്കുക. ഇത് സിമ്പിൾ സെന്റൻസ് ആണെന്ന് പഠിച്ചു വെക്കുക. ഇൻസ്പൈറ്റ് ഓഫ് അഥവാ ഡെസ്പൈറ്റിന് ശേഷം സബ്ജക്റ്റിന്റെ പൊസസീവ് കേസ് എഴുതുക, അതിനുശേഷം നൗൺ എഴുതുക. ഫോം അങ്ങ് പഠിക്കുക. എന്തുവാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് പ്ലസ് പൊസസീവ് കേസ് ഓഫ് ദ സബ്ജക്റ്റ് പ്ലസ് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് ആൻഡ് നൗൺ പ്ലസ് നൗൺ എഴുതുക. പിന്നെ രണ്ടാമത്തെ സെന്റൻസ് എഴുതുക. ബട്ട്, എറ്റ്, സ്റ്റിൽ എന്നിവ സെക്കൻഡ് സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. തെറ്റിദ്ധരുത്താൻ എപ്പോഴും ചോദിക്കും. ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റിന്റെ അതേ മീനിങ് വരുന്ന വാക്കുകളാണ് ബട്ട്, എറ്റ്, സ്റ്റിൽ. അതുകൊണ്ട് തന്നെ ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് വരുന്ന സെന്റൻസുകളിൽ ബട്ട്, എറ്റ്, സ്റ്റിൽ ആവശ്യമില്ല. തെറ്റിദ്ധരുത്താൻ ചോദിക്കും. ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇതിന് താഴെയുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന എല്ലാ പോയിന്റാണ്. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ചോദ്യവും ഉത്തരം എഴുതാൻ സഹായിക്കും. ഒന്നുകൂടെ പറയാം. ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് എന്നിട്ടും എന്നിരുന്നിട്ടും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. പ്രിപ്പോസിഷൻ ആണ്, കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. തുടക്കത്തിൽ പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഇൻസ്പൈറ്റ് ഓഫ് അഥവാ ഡെസ്പൈറ്റ് എന്നാണ്. ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് തുടങ്ങുന്ന സെന്റൻസുകളെല്ലാം സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റിന് ശേഷം സബ്ജക്റ്റിന്റെ പൊസസീവ് കേസ് എഴുതിയിട്ട് നൗൺ എഴുതണം. രണ്ടാമത്തെ സെന്റൻസിൽ ബട്ട്, എറ്റ്, സ്റ്റിൽ എന്നിവ ഒഴിവാക്കണം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എല്ലാ തവണയും നമ്മൾ ഈ സൂപ്പർ 6 ചലഞ്ചിന്റെ ഭാഗമായിട്ട് ചെയ്തതെല്ലാം രണ്ട് സെന്റൻസിനെ കൺജങ്ഷൻ ചേർത്ത് കണക്ട് ചെയ്യുന്നതാണ്. ഇവിടെ അങ്ങനെ ചെയ്യാം. ഹി വാസ് എ ഫൂൾ. ഹി സബ്ജക്റ്റ് വാസ് എ ഫൂൾ, ബട്ട് ഹി മാരീഡ് എ ബ്യൂട്ടിഫുൾ ഗേൾ. പക്ഷെ അയാളൊരു അവനൊരു വിഡ്ഢിയാണ്, പക്ഷെ അവൻ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഐഡിയാസ് ആണ്. അപ്പം നമ്മൾ ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം എന്തുപയോഗിക്കുമെന്നാ പറഞ്ഞേ? പൊസസീവ് ഫോം, സബ്ജക്റ്റിന്റെ പൊസസീവ് ഫോം ഉപയോഗിക്കണം. ഈ പൊസസീവ് ഫോം എന്തുവാണെന്ന് കണ്ടു. ഹി വന്നാൽ ഹിസ്, ഷീ വന്നാൽ ഹർ, പൊസസീവ് അഡ്ജക്റ്റീവാ. ദേ വന്നാൽ ദേർ, വി വന്നാൽ അവർ, ഐ വന്നാൽ മൈ, യു വന്നാൽ യുവർ, ഇറ്റ് വന്നാൽ ഇറ്റ്സ്. ഇതൊന്ന് എഴുതി വെച്ചാൽ മതി. ഇനി ഒരു പേരാണ് വരുന്നതെങ്കിൽ രാജു. അപ്പോൾ സബ്ജക്റ്റ് രാജു ആണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ രാജു അപ്പോസ്ട്രോഫി എസ്. ഇതാണ് പൊസസീവ് കേസ്. അവൻ്റെ, അവളുടെ, അവരുടെ, ഞങ്ങളുടെ, എൻ്റെ, നിങ്ങളുടെ,
അതിൻ്റെ രാജുവിൻ്റെ ഗാന്ധിജിയുടെ എൻ്റെ ഉടെ എന്ന വാക്കാണ്. ഇപ്പൊ സബ്ജക്റ്റ് ഹി ആണെങ്കിൽ നമ്മൾ അതിനെ ഹിസ് എന്ന് മാറ്റണം. സബ്ജക്റ്റ് ഷീ ആണെങ്കിൽ ഹെർ എന്ന് മാറ്റണം. സബ്ജക്റ്റ് ദേ ആണെങ്കിൽ ദേർ എന്ന് മാറ്റണം. സബ്ജക്റ്റ് വി ആണെങ്കിൽ അവർ എന്ന് മാറ്റണം. ഐ മൈ എന്ന് മാറ്റണം. യു യുവർ എന്ന് മാറ്റണം. ഇറ്റ് ഇറ്റ്സ് എന്ന് മാറ്റണം. രാജു രാജൂസ് എന്ന് മാറ്റണം. ഡെസ്പൈറ്റ് ഓഫ് എന്ന് ഉപയോഗിക്കരുത്. ചെയ്ത് കാണിക്കുക. അങ്ങോട്ട് നോക്ക്. ഹി വാസ് എ ഫൂൾ ബട്ട് ഹി മാരീഡ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ആദ്യം നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്തു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം? ഡെസ്പൈറ്റ്. രണ്ടും ശരിയാണ്. രണ്ടും ചേർത്ത് എഴുതാൻ പഠിച്ചിരിക്കണം. അടുത്തത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് എഴുതരുത്. അതിൻ്റെ പൊസസീവ് അഡ്ജക്റ്റീവ് ഹിസ് ആണ്. അപ്പുറത്തെ പേജ് കാണിച്ചില്ലയോ? ഹിസ്. ഇനി വെർബ് വേണ്ട. വെർബ് ഒരിക്കലും ഉപയോഗിക്കില്ല. കാരണം അത് പ്രിപ്പോഷണൽ ഫ്രേസാ. അത് ക്ലോസ് അല്ല. അതുകൊണ്ട് വെർബ് ആവശ്യമില്ല. ഹീക്ക് ഹിസ് എഴുതി. വാസ് വേണ്ട. എ ഫൂൾ. ഈ ഫൂള് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്. അതിൻ്റെ നൗൺ എഴുതണം. ഫോളി. ഹി വാസ് എ ഫൂൾ. ഫോളി എന്ന് എഴുതുക. നൗൺ ഫോളിയാണ്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഫോളി. രണ്ടാമത്തെ സെൻറ്റൻസിൽ ബട്ട് ഉണ്ട്. അത് വേണ്ട. കോമ ഇട്ടിട്ട് ഹി മാരീഡ് എ ബ്യൂട്ടിഫുൾ ഗേൾ. മനസ്സിലായോ? ഈ നൗൺ കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അതേ ഉള്ളൂ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരുന്നത്. ദേ വേർ റിച്ച് യെറ്റ് ദേ ലിവ്ഡ് സ്റ്റിഞ്ചിലി. ആവശ്യമില്ല. ഇൻസ്പൈറ്റ് ഓഫ് അഥവാ ഡെസ്പൈറ്റ് എന്ന് തുടങ്ങുക. ദേയുടെ പൊസസീവ് കേസ് ദേയർ എഴുതുക. ഡെസ്പൈറ്റ് ദേയർ. റിച്ചിന്റെ നൗണ് അറിയാമെങ്കിൽ പഠിച്ചു. റിച്ച്നെസ്. കണ്ടോ? അപ്പം ഗുഡ്നെസ് എന്ന് പറയുന്ന പോലെ ഗുഡ് അഡ്ജക്റ്റീവാ. നൗണ് ഗുഡ്നെസ്. പുവർ പോവർട്ടി. കണ്ടോ? എന്നിട്ട് ഏറ്റവും ഒഴിവാക്കുക. ദേ ലിവ്ഡ് സ്റ്റിഞ്ചിലി. അതായത് സമ്പത്ത് ഉണ്ടായിരുന്നിട്ടും പിശുക്കരായിട്ടാണ് അവർ ജീവിച്ചത്. മണ്ടനായിരുന്നിട്ടും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ചു. ഇങ്ങനെ നമ്മൾ എന്നിരുന്നിട്ടും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ ഒരെണ്ണം തരാം. ചെയ്തു നോക്കുക. ഹി വാസ് പുവർ. നിങ്ങൾക്കുള്ള സെൻറ്റൻസാ. ബട്ട് ഹി വാസ് ഹാപ്പി. ഇപ്പം ചെയ്ത് കാണിക്കണം. ഒരെണ്ണം ഹോംവർക്കും തരാം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ഒരെണ്ണം തരാം. ബട്ട് ഹി വാസ് ഹാപ്പി. ഹി വാസ് പുവർ ബട്ട് ഹി വാസ് ഹാപ്പി. നിങ്ങളൊന്ന് ചെയ്തേ. ഞാൻ ചെയ്ത് കാണിക്കാം. എന്നാലും ഇൻസ്പൈറ്റ് ഓഫ് അഥവാ ഡെസ്പൈറ്റ് എന്നും പറഞ്ഞ് തുടങ്ങുക. ഹിയുടെ പൊസസീവ് കേസ് ഹിസ്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ്. പുവർ എന്നുള്ളതിൻ്റെ പോവർട്ടി. പുവർ പഠിച്ചോണം. പോവർട്ടി. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോവർട്ടി കോമ ബട്ട് വേണ്ട. ഹി വാസ് ഹാപ്പി. ദാരിദ്ര്യം ഉണ്ടായിരുന്നിട്ടും അവൻ ഹാപ്പി ആയിരുന്നു. കണ്ടോ? ഇനി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ. വി വെയർ ഇതില്ല. വി വെയർ വീക്ക്. ഞങ്ങൾ ദുർബലരായിരുന്നു. ബട്ട് വി ക്ലൈംബ്ഡ്. ഞങ്ങൾ ആ മല കയറി. ക്ലൈംബ്ഡ് അപ്പ് ദ മൗണ്ടൻ. ഞങ്ങൾ ആ മല കയറി. ക്ലൈംബ്ഡ് അപ്പ് ദ മൗണ്ടൻ. വി വെയർ വീക്ക് ബട്ട് വി ക്ലൈംബ്ഡ് അപ്പ് ദ മൗണ്ടൻ. അപ് ടു ദ മൗണ്ടൻ എന്ന് എഴുതിക്കും. ക്ലൈംബ്ഡ് അപ്പ് ടു ദ മൗണ്ടൻ. അതാണ് കറക്റ്റ്. ക്ലൈംബ്ഡ് അപ്പ് ടു ദ മൗണ്ടൻ എന്ന് പറയും. വി വെയർ വീക്ക് ബട്ട് വി ക്ലൈംബ്ഡ് അപ്പ് ടു ദ മൗണ്ടൻ. നിങ്ങളത് വീക്കിൻ്റെ നൗണ് പറഞ്ഞുതരാം. വീക്ക്നെസ്. കഴിഞ്ഞു. ദാണ്ടെ ടോപ്പിക് അവസാനിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം. ഇൻസ്പൈറ്റ് ഓഫ് അഥവാ ഡെസ്പൈറ്റ് ഒരു പ്രിപ്പോസിഷനാണ്. സെനൻസിന്റെ തുടക്കത്തിൽ ഉപയോഗിക്കുന്നു. ഇത് ചേർന്ന് വരുന്ന സെനൻസുകൾ സിമ്പിൾ സെനൻസുകളാണ്. എന്നിട്ടും എന്നിരുന്നിട്ടും എന്നർത്ഥം. ഇൻസ്പൈറ്റ് ഓഫ് അഥവാ ഡെസ്പൈറ്റ് എന്നാണ്. അതായത് ഡെസ്പൈറ്റിന് ശേഷം ഓഫ് ഉപയോഗിക്കാറില്ല. ഇൻസ്പൈറ്റ് അല്ലെങ്കിൽ ഡെസ്പൈറ്റിന് ശേഷം സബ്ജക്റ്റിന്റെ പൊസസീവ് ഫോം എഴുതുക. ഹീക്ക് ഹിസ്, ഷീക്ക് ഹെർ, ദേയ്ക്ക് ദേർ, വീക്ക് അസ്, അവർ, യുവിന് യുവർ, അങ്ങനെ എഴുതുക. അതിന് ശേഷം എന്ത് ചെയ്യുക? നൗൺ എഴുതുക. എന്നിട്ട് രണ്ടാമത്തെ സെൻറ്റൻസ് എഴുതുക. ബട്ട്, യെറ്റ്, സ്റ്റിൽ എന്നിവ ഒഴിവാക്കുക. ഇതൊന്ന് പഠിച്ചു വെക്കുക. ഏതും ചെയ്യാൻ പറ്റും. വി വെയർ വീക്ക് ബട്ട് വി ക്ലൈംബ്ഡ് അപ്പ് ദ മൗണ്ടൻ. അപ് ടു ദ മൗണ്ടൻ. ഇത് നിങ്ങൾ കമന്റ് ചെയ്യണം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ആൻഡ് ഇതാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. ഡെസ്പൈറ്റ് ഓഫ് എന്ന് ഉപയോഗിക്കാറില്ല. ഇവിടെ ഇറ്റ്സ് എന്ന് എഴുതുമ്പോൾ അപ്പോസ്ട്രഫി ഇടേണ്ട കാര്യമില്ല. ഇറ്റ് എന്ന് എഴുതി അപ്പോസ്ട്രഫി എസ് ഇട്ടാൽ അത് വായിക്കുന്ന ഇറ്റ് ഈസ് എന്നാ. ഇത് ഇറ്റ്സ് അതിൻ്റെ, ഇതങ്ങനെ അർത്ഥം. അപ്പോസ്ട്രഫി വേണ്ട. എന്നാൽ രാജൂസ് എഴുതുമ്പോൾ പേരിന് ശേഷം നമ്മൾ ഈ പൊസസീവ് കേസ് എഴുതുമ്പോൾ എപ്പോഴും അപ്പോസ്ട്രഫി ഇട്ട് ഗാന്ധിജി അപ്പോസ്ട്രഫി എസ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഡേ 5 അവസാനിക്കുകയാണ്. താഴെയുള്ള ലിങ്കിൽ കയറി നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ മറന്നു പോകരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്തിട്ട് ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഞാൻ അടുത്ത ലാസ്റ്റ് ഡേ ആണെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. സോറി, 6 ദിവസമാണ്. 6ാമത്തെ ദിവസം ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് വിട വാങ്ങുന്നു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ, തഴവ. ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്.